കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ കുലശേഖര പട്ടണത്ത് ഇസ്രോ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ ശിലാസ്ഥാപന ചടങ്ങിൻ്റെ ഒരു പരസ്യം DMK സർക്കാർ നൽകിയിരുന്നു. ആ പരസ്യത്തിൽ മുകളിലേക്ക് കുതിക്കുന്ന റോക്കറ്റിൽ ചൈനീസ് പതാക പതിപ്പിച്ചത് വലിയ വിവാദത്തിന് കാരണമായി. ചൈനീസ് റോക്കറ്റാണ് വിക്ഷേപിക്കുന്നത് എന്ന തരത്തിൽ ധ്വനിപ്പിക്കുന്ന തരത്തിൽ ചൈനീസ് പതാകയാണ് ആ റോക്കറ്റിനെ അണിയിച്ച ഈ പരസ്യം നൽകിയിരുന്നത്. ഇത് വലിയ പ്രതിഷേധത്തിനൊടുവിൽ DMK ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുന്നുണ്ടെങ്കിലും ആ വിവാദം തുടരുകയാണ്. അതിനിടയിലാണ് ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ്റെ 71ാമത്തെ ജന്മദിനം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജന്മദിന ആശംസകൾ നേർന്നതിന് തൊട്ടു പിന്നാലെ BJPയുടെ ഒഫീഷ്യൽ എക്സ് പേജിൽ ഈ സ്റ്റാലിന് ജന്മദിനാശംസ നേർന്നുകൊണ്ട് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നു. ആ പോസ്റ്റ് ചൈനീസ് ഭാഷയിലാണ്. എന്നിട്ട് അതിന് താഴെ എഴുതിയിരിക്കുന്നത് സ്റ്റാലിന് ഇഷ്ടപ്പെട്ട ഭാഷയിൽ ഞങ്ങൾ സ്റ്റാലിന് ജന്മദിനാശംസ നേരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരം രസകരമായ പണികൾ അപൂർവമായി മാത്രമാണ് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്. എങ്കിലും ചൈനീസ് റോക്കറ്റ്, അതായത് ഇന്ത്യൻ റോക്കറ്റിനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചൈനീസ് പതാക പതിപ്പിച്ചുകൊണ്ട് പരസ്യം നൽകിയ DMKയ്ക്കും DMKയുടെ നേതാവിനും ജന്മദിനത്തിൽ ചൈനീസ് ഭാഷയിൽ തന്നെ ജന്മദിന ആശംസ നേർന്നിരിക്കുകയാണ് BJPയുടെ ഒഫീഷ്യൽ പേജ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.